ഓട്ടോക്കാരെ വിഷമം പറയാൻ ആരുമില്ല. ശരിക്കും ഓട്ടോ ഓടിക്കുന്നവരാരും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരുമില്ല. യൂണിയനും സംഘടനയും മെമ്പർഷിപ്പിൻ്റെ പൈസയും സമ്മേളനത്തിൻ്റെ പൈസയും ഒക്കെ വാങ്ങിയിട്ട് പോകും. എന്നാൽ നമ്മൾ എന്ത് വണ്ടിയാണ് ഓടിക്കണമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആരെങ്കിലും പറയുമോ ടാക്സിയാന്ന്? ബാഡ്ജ് ഉണ്ടോ? പോട്ടെ, ലൈസൻസ് ഉണ്ടോ? അതുമില്ല. ഇനി നിങ്ങൾ പെർമിറ്റ് ഇപ്പോൾ ഓൾ കേരള സർവീസ് നടത്താൻ പാസഞ്ചറിനെ എടുത്ത് എവിടേക്കും പോകുന്നു. ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ്, പാവപ്പെട്ട ഓരോ ഓട്ടോ ആയിട്ട് ജീവിക്കുന്ന തൊഴിലാളിക്ക് വേണ്ടിയിട്ടാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റി. കോർപ്പറേറ്റ് കമ്പനികൾ 100ഉം 500ഉം വെച്ച് ഓട്ടോ ഇറക്കാൻ പോവുക. അവർക്ക് ഡ്രൈവേഴ്സിനെ കിട്ടണമെങ്കിൽ ബാഡ്ജ് വേണമായിരുന്നു, ലൈസൻസ് വേണമായിരുന്നു. ഇതൊന്നും വേണ്ട, ഒഴിവാക്കി. അവർക്ക് കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്കും മറ്റുള്ള സ്ഥലത്തേക്കും ഒക്കെ സർവീസ് നടത്തുന്നതിനുള്ള തടസ്സങ്ങളും ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്നും സിറ്റിയിൽ കുറച്ച് ഓട്ടോ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അത്ഭുതത്തിലൊന്നും കാണാൻ പോകണ്ട. ഇതൊക്കെ കണ്ടിട്ട് കണ്ടില്ലെന്ന് അടിച്ചിട്ട് നിൽക്കുന്ന നേതാക്കന്മാരാണ് നമ്മളെ CIT-യിലും മറ്റുള്ള പ്രതിപക്ഷ സ്ഥാനത്തുള്ള എല്ലാ യൂണിയനിലും. എല്ലാവർക്കും വ്യക്തമായ രീതിയിൽ അറിയാം ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇത് കോടതിയിൽ നിന്നും മറ്റും പാസ്സാക്കിയെടുത്തതെന്ന്. ജഡ്ജോ ജഡ്ജിൻ്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഒക്കെ 4 വീലർ ഓടിക്കുന്നവരായിരിക്കും. ഒരു ഓട്ടോ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇതുവരെ ഓടിച്ചു നോക്കിക്കണോ ജഡ്ജിന്ന് ഒന്ന് ചോദിക്കാനായിരുന്നു കണ്ടാൽ. കാരണം അയാൾ ഓട്ടോ ലൈസൻസ് വേണ്ട, കാറിൻ്റെ ലൈസൻസ് മതി എന്ന് പറഞ്ഞ ആളാണ്. എല്ലാം നമ്മൾ തീർന്ന് 1 കൊല്ലം 2 കൊല്ലം കൊണ്ട് ഓട്ടോ മേഖല തീരും, കോർപ്പറേറ്റ് കമ്പനീൻ്റെ കയ്യിലാവും. 100% ഉറപ്പ്. ആരും തമ്മിൽ തല്ലൊന്നും വേണ്ട, കുറച്ച് സമയമല്ലേ ഉള്ളൂ. നല്ല സൗഹാർദ്ദത്തിലാണ്ട് പോവാം. ഓക്കെ.